ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിലാണ് ഭാര്യ മരിച്ചത് എന്ന ഭർത്താവിന്റെ വാദം അത് തെറ്റാണ് എന്ന് അല്പം മുമ്പ് വ്യക്തമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് കൊലപാതകമാണ് എന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ DFO സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് ബിനു എന്ന് പറയുന്ന വ്യക്തി ഈ അപകടത്തിൽപ്പെട്ട സീതയുടെ ശരീരവുമായിട്ട് നടന്നു വരികയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ജീവനക്കാർ അവരെ ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് മറ്റൊന്നും ശ്രദ്ധിക്കാതെ അപ്പോൾ തന്നെ അവരെ കയറ്റിക്കൊണ്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും മരണം ഉറപ്പിച്ചിരുന്നു, ഡോക്ടർ മരണം ഉറപ്പിച്ചിരുന്നു. അപ്പോൾ ബിനുവിനോട് ചോദിച്ചപ്പോൾ ബിനു അന്നേരം പറഞ്ഞിരുന്നത് ബിനുവിന് ഈ പെട്ടെന്ന് പൊന്തക്കാട്ടിൽ നിന്നും ഒരു ആന ഈ പത്രിപ്പൂവ് പറക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആന പെട്ടെന്ന് പൊന്തക്കാട്ടിൻ്റെ ഇവർ കണ്ടില്ല, പെട്ടെന്ന് ചാടി വന്ന് ഇവർ ഈ പറയുന്ന നമ്മുടെ ഈ മരണപ്പെട്ട സ്ത്രീയെ ആദ്യം ആക്രമിച്ചു. അങ്ങനെ ആക്രമിച്ച് അവരെ വീഴ്ച് ഈ പെട്ടെന്ന് ഈ ബിനു ഇത് തടയാവാനായിട്ട് ശ്രമിച്ചു. അങ്ങോട്ട് ചെന്നപ്പോൾ ബിനുവിനെ ആനയെടുത്ത് എറിഞ്ഞു. അതിനുശേഷം വീണ്ടും ആന ഈ സീതയെ ആക്രമിച്ചിട്ട് പോയി എന്നാണ് ബിനുവിൻ്റെ ആദ്യത്തെ മൊഴിയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴും എല്ലാം നമ്മൾ ഇവരുടെ ഈ ദേഹത്തുണ്ടായിരുന്ന മുറിവുകൾ കാണുമ്പോൾ ഈ മരണപ്പെട്ട സ്ത്രീയുടെ മുറിവുകൾ കാണുമ്പോൾ തന്നെ സംശയം അന്നേരം തോന്നിയിരുന്നു. കാരണം ഒരു ബാഹ്യമായിട്ടൊരു പ്രകടമായ വലിയ മുറിവുകളൊന്നും ഇല്ലായിരുന്നു. തലയിലുണ്ടായിരുന്നൊരു മുറിവുണ്ടായിരുന്നു. പിന്നീട് സംശയം തോന്നാനുണ്ടായ ഒരു കാര്യം, ഈ പറഞ്ഞ ഈ ആന എടുത്ത് എറിഞ്ഞു എന്ന് പറയപ്പെടുന്ന ബിനുവിന് മറ്റ് പരിക്കുകളൊന്നും അദ്ദേഹത്തെ പരിക്കുകളൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ അതിനുശേഷം അത് ബിനുവിനെ അവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ പരിശോധിച്ചു. പ്രത്യേകിച്ച് പരിക്കുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പക്ഷേ എന്നാലും അതൊന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ ഞങ്ങളുടെ ജീവനക്കാർ തന്നെയാണ്, വനംവകുപ്പ് ജീവനക്കാർ തന്നെ കൊണ്ടുപോയി എക്സ്റേ അടക്കമുള്ള പരിശോധന നടത്തിയതിലും അദ്ദേഹത്തിന് പ്രത്യക്ഷത്തിലോ അല്ലെങ്കിൽ ഉള്ളിലോ ഒന്നും പ്രത്യേക പരിക്കുകളൊന്നും ഇല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംശയം ഇന്നലെ ഞാൻ പീരുമേട് താലൂക്ക് ഹോസ്പിറ്റലുണ്ടായിരുന്നു. അവിടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ പോലീസിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. പോലീസിൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഈ കാര്യം അപ്പോൾ തന്നെ അറിയിച്ചിരുന്നു. അതായത് വനംവകുപ്പിന് ഈ കാര്യത്തിൽ ഒരു സംശയമുണ്ടെന്ന്, അതായത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെയുള്ള മുറിവുകളും അതായത് ഇദ്ദേഹത്തിൻ്റെ മൊഴികളും എല്ലാം തമ്മിൽ ചെറിയ പ്രശ്നം. കാരണം ഈ സംഭവം നടക്കുന്ന സ്പോട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ മക്കളെ കൂടെ ഉണ്ടായിരുന്നു. അവർ പക്ഷേ പിന്നിലായിരുന്നു എന്നാണ് ബിനുവിൻ്റെ മൊഴിയിൽ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലെല്ലാം ഒരു സംശയമുണ്ട്. അതുകൊണ്ട് ഈ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അതിൻ്റേതായ രീതിയിൽ കൃത്യമായി ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പോലീസിന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം വനംവകുപ്പിനെതിരെ വരുന്ന സമയത്താണ് ഇങ്ങനെ വനംവകുപ്പിന്റെ തകർച്ചയെ രക്ഷപ്പെടാൻ ഒരു പ്രതി ശ്രമിച്ചത്. ദലിത് പ്രതിഷേധം ഉണ്ടായിരുന്നെന്നും പ്രതിഷേധങ്ങൾക്ക് പോക്കുകൂട്ടുന്നുണ്ടായിരുന്നു. അല്ല, പ്രതിഷേധം ഉണ്ടാവും, അത് സ്വാഭാവികമാണല്ലോ. കാരണം ഇങ്ങനെ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നുള്ള ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ളൊരു പ്രതിഷേധം എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. അത് പ്രതീക്ഷിക്കുന്നതാണ്. അതിലൊന്നും നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല. ആ കാര്യത്തിൽ പ്രത്യേകിച്ചുള്ളതൊന്നുമില്ല. പക്ഷേ ഈ സംഭവത്തിൽ ഉണ്ടായിരുന്ന ദുരൂഹത അന്നേരം തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് ധരിപ്പിക്കേണ്ട ആളുകളെ ഞാൻ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഈ സമയത്ത് ഈ ആന അവിടെ ഉണ്ടായിരുന്ന ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും സൂചന അങ്ങനെ ഇന്നലെ നമുക്ക് അന്നേരം പരിശോധന നടത്താൻ സാധിച്ചില്ല. കാരണം നല്ല കോടയും മഴയും ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ ജീവനക്കാരവിടെ നോക്കിയിരുന്നു. പക്ഷേ അവിടെ ഈ ഇദ്ദേഹം പറഞ്ഞ ആ പ്രദേശങ്ങൾ അങ്ങനെ ഒരു ആക്രമണത്തിൻ്റെതായ ലക്ഷണം ആന ആ ഭാഗത്തെല്ലാം ഉള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു